തമിഴ്നാട്ടിലെ രാഷ്ട്രീയം പാടെ മറിയുകയാണ്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്നത് പോലെ കാര്യങ്ങൾ മറിയുന്നു. ഏവരും പ്രതീക്ഷിച്ചതുപോലെ വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മറിയുകയാണ്. കാരണം തമിഴ്നാട്ടിൽ ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ DMK ADMK ഫൈറ്റാണ് നടന്നിരുന്നെങ്കിൽ ഇപ്പോഴത് മറിയുന്നു. DMK BJP പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കാരണം DMK ഈ അടുത്ത ദിവസങ്ങളെല്ലാം നടത്തിയ, അതായത് അവരുടെ നേതാവ് MK സ്റ്റാലിൻ ഈ അടുത്ത ദിവസങ്ങളെല്ലാം നടത്തിയ പ്രസ്താവനകൾ BJPക്കെതിരെയായിരുന്നു, മോദിക്കെതിരെയായിരുന്നു. BJP ആണ് പ്രധാന ശത്രുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് DMK മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. അതോടുകൂടി തന്നെ ഒരു വലിയ സംഭവ വികാസം കൂടി തമിഴ്നാട് നടക്കുന്നുവെന്ന് പറയേണ്ടി വരും. കാരണം നാളെ ഇതുവരെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ADMKയെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാതെ BJP പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുക, അതുവഴി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് വലിയ രീതിയിൽ സംശീകരിച്ച് ഒരു വലിയ വിജയം നേടുക എന്നുള്ളതാണ് സ്റ്റാലിൻ ലക്ഷ്യമാക്കുന്നത്. BJP ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം BJP സംബന്ധിച്ച് ഒരു പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് ഈ ഒരു പോരാട്ടത്തിലേക്ക് എത്തിയാൽ വരും കാല രാഷ്ട്രീയത്തിൽ അതൊരു വലിയ നാഴികക്കല്ലായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും സ്റ്റാലിൻ ഈ കച്ചദ്വീപ് വിഷയത്തിൽ ഉൾപ്പെടെ നരേന്ദ്രമോദി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദി വീണ്ടും എത്തുമെന്നും ഉചിതമായ മറുപടി നൽകുമെന്നും അണ്ണാമലൈ പറഞ്ഞിരിക്കുന്നു. ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് ഇരുവരും നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.